ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് മെഷർമെന്റ് കപ്പ്, അതിന്റെ കറക്റ്റ് അളവ്, ഇതിനെക്കുറിച്ചൊക്കെയാണ്. എല്ലാവർക്കും ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് മെഷർമെന്റിനെ കുറിച്ചിട്ട്. പക്ഷേ മെഷർമെന്റ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ബേക്കിങ്ങും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് മെഷർമെന്റ് ചെയ്യേണ്ടതെന്നും ആ മെഷർമെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത്. അപ്പോൾ എല്ലാവരും കാണും. അപ്പം ഞാൻ ആദ്യം മെഷർമെൻറ്റ് കപ്പ് ഓരോന്ന് പറയാം. ഇത് 1 കപ്പ് 240 ml ആണ്. 1 കപ്പാണിത്. ഇനി ഇത് 2/3 കപ്പാണ്. ഇത് 180 ml. ഇത് ഹാഫ് കപ്പ് 120 ml. ഇത് 1/4 കപ്പ് 60 ml. അതുപോലെ 1 ടേബിൾ സ്പൂൺ. ഇതും 1 ടേബിൾ സ്പൂൺ, 2 സെറ്റ് ഉണ്ട്. ഇതും 1 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ ഇത് 1 ടീസ്പൂൺ ആണ്. പിന്നെ ഇത് ഹാഫ് ടീസ്പൂൺ, ഇത് 1/4 ടീസ്പൂൺ. ഇതും സെയിം തന്നെയാണ്. ഇത് ഹാഫ് ടേബിൾ സ്പൂൺ, ഇത് 1 ടീസ്പൂൺ, ഇത് ഹാഫ് ടീസ്പൂൺ, ഇത് 1/4 ടീസ്പൂൺ. പക്ഷേ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ സ്പൂണിനകത്ത് തന്നെ നമുക്ക് ഹാഫ് ടേബിൾ സ്പൂണും നമുക്ക് എടുക്കാം. ഇത്ര വരെ ആണെങ്കിൽ, ഫുൾ ആണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ ഈ കുഴിക്കകത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഹാഫ് ടേബിൾ സ്പൂൺ. അതുകൊണ്ട് ഇതിനകത്ത് ഈ സെറ്റിനകത്ത് സെപ്പറേറ്റ് ഹാഫ് ടേബിൾ സ്പൂൺ തന്നിട്ടില്ല. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസിലും എങ്ങനെയാണ് മെഷർമെൻറ്റ് വ്യത്യാസം വരുന്നതെന്നും അതിൻ്റെ ഗ്രാം അളവിലും ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും അളന്ന് നോക്കാം. അതുപോലെ ലിക്വിഡ് ഐറ്റംസ് അളക്കാൻ വേണ്ടി ഇപ്പം ഒരു ചെറിയ കപ്പാണിത്, 250 ml കപ്പാണ്. ഇതിൻ്റെ വലിയ ഗ്ലാസിൻ്റെത് കിട്ടും, നമുക്ക് ഓവനിലൊക്കെ സേഫായിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നത്. എൻ്റെ കയ്യിലുള്ളത് പൊട്ടിയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് 1 ലിറ്റർ വരെ നമുക്ക് അളക്കാം. അതിൽ എല്ലാ അമേരിക്കൻ സ്റ്റാൻഡേർഡ് നമ്മുടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഓവനിലും അത് സേഫാണ്. ഇത് നോർമലി പ്ലാസ്റ്റിക്കിൻ്റെതാണ്. ഇത് 250 ml ഇത് ചെയ്യാം. ഇത് അതുപോലെ ഒരു ജഗ്ഗാണ്. ഇതിനകത്ത് 1 ലിറ്റർ വരെ എനിക്ക് അളക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് എനിക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 250 ആയി, 1 ലിറ്ററുമായി. അപ്പോൾ ലിക്വിഡ് കപ്പ്, അതുപോലെ ഈ മെഷർമെൻറ്റിൻ്റെ കപ്പ്. പിന്നെ എല്ലായിടത്തും സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കപ്പ് അളവിലാണ് ഇപ്പോൾ എല്ലാ റെസിപ്പീസും വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈദ എങ്ങനെയാണ് അളക്കുന്നതെന്നും അതിലുള്ള ഓരോന്നിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്നും ഞാൻ കാണിക്കാം. മൈദ അളക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം മൈദ അളക്കുക. അതിൻ്റെ എയറൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് അളന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഇങ്ങനെ കോരി എടുക്കരുത്. ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഞാൻ തൂക്കിയിട്ട് കാണിക്കാം എത്രയാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് കാണിക്കാം. സ്കെയിലിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇത് 52 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് മൈനസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് നോക്കൂ, 128 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കപ്പ് മൈദ എന്ന് പറയുന്നത് 128 ഗ്രാം. ഇനി ഏതെങ്കിലും റെസിപ്പിയിൽ നിങ്ങൾ സിഫ്റ്റഡ് ഫ്ലോർ എന്നാണ് കാണുന്നതെങ്കിൽ മൈദ അരിച്ചതിന് ശേഷം മാത്രം അളന്നെടുക്കുക. അതായത് എല്ലാ ഇൻഗ്രീഡിയൻറ്റും അരിക്കുന്നതിന് മുമ്പും അരിച്ചതിന് ശേഷവും കുറച്ച് തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇത് 128, 130 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ 1 കപ്പ് മൈദ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു, അതായത് ചില ഇത് അളവ് എടുക്കുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുമ്പോൾ 125 to 30 ആ ഒരു റേഞ്ചിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇനി ഇത് എത്ര ടേബിൾ സ്പൂൺ ആണ് ഉള്ളതെന്ന് പറയാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ കിട്ടും. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ഗ്രാംസ് ആണ്. പക്ഷേ എല്ലാം 15 ഗ്രാംസ് അല്ല. നമ്മുടെ മൈദ 15 ഗ്രാംസ് ഒന്നും വരില്ല, അതിൽ കുറവായിരിക്കും. നമ്മുടെ ml-ൻ്റെ ഈ കപ്പ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന 240 എന്നുള്ളത് നമ്മുടെ ഇങ്ങനെയുള്ള വെയിറ്റ് അല്ല, ലിക്വിഡ് ഐറ്റംസിൻ്റെ വെയിറ്റ് ആണ്, അതായത് വോളിയം ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 240 ml ആയിട്ട് തന്നെ എടുക്കണം, അല്ലാണ്ട് അത് ഗ്രാം ആണെന്ന് കരുതരുത് ഒരിക്കലും. അപ്പോൾ ഇതിന് എത്രയാണ് ടേബിൾ സ്പൂൺ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ടേബിൾ സ്പൂണിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഇടുക, കോരി എടുക്കരുത്. കോരി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അളവും ഇങ്ങനെ ഇടുന്ന അളവും വ്യത്യാസമായിരിക്കും. ഇത് കട്ട് ചെയ്തു. അപ്പോൾ ഇത് 13 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്, അതായത് 127 ഗ്രാം. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ കിട്ടും. അപ്പോൾ ഇനി ഒരു ടേബിൾ സ്പൂൺ എത്രയാണെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. ഒരു 10 ഗ്രാം ആയിരിക്കും ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇത് തൂക്കിയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ സ്കെയിലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് 43 ഗ്രാംസ് ഉണ്ട്. അതിന് നമുക്ക് മൈനസ് ചെയ്യാം. എന്നിട്ട് ഈ മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് 10 ഗ്രാംസ് ഉണ്ട്. 10 ഗ്രാംസ് എന്ന് പറയുമ്പോൾ 127, 30 ഒരു 3 ഗ്രാമിൻ്റെ വ്യത്യാസം അവിടെ ഇവിടെ നമ്മൾ അളക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് 127, അതായത് 125 മുതൽ 30 വരെ ആയിരിക്കണം നിങ്ങളുടെ ആ മെഷർമെൻറ്റ് മൈൻഡിൽ വരേണ്ടത്. അപ്പോൾ ഇത് 10 ഗ്രാമാണ് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളത്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറും ഈ സെയിം മെത്തേഡിൽ എടുത്തിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതും ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 100 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 100 ഗ്രാമാണ് ഒരു കപ്പ് കോൺഫ്ലോർ എന്ന് പറയുന്നത്. 100 ഗ്രാം. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. മൈദ, കോൺഫ്ലോർ ഇത് രണ്ടും വരുമ്പോൾ പോലും വ്യത്യാസമുണ്ട്. മൈദയുടെ അതേ അളവല്ല കോൺഫ്ലോർ. ഇത് 13 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ വെയിറ്റിൽ 8 കാണിക്കുന്നുണ്ടെങ്കിലും 8നും 7നും ഇടയിലുള്ള ഒരു മെഷർമെൻ്റ് ആയിരിക്കും അത് ഉണ്ടാവുക ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ 1 കപ്പ് കോൺഫ്ലോർ എന്ന് പറയുന്നത് 100, 102 ആ ഒരു കണക്കിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്രാനുലേറ്റഡ് ഷുഗർ, അതായത് നമ്മുടെ സാധാരണ ഷുഗർ. ഇതെങ്ങനെയാണ് ഇടുന്നത് നോക്കാം. ഇത് നമുക്ക് കോരി എടുക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ നിന്ന് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ കപ്പ് കൊണ്ട് തന്നെ കോരി എടുത്തിട്ട് അളക്കാൻ വേണ്ടി പറ്റും. മൈദ പോലെയല്ല. പക്ഷേ ഇത് ചെറിയ ഇതായതുകൊണ്ടാണ് എനിക്കിങ്ങനെ കോരി എടുക്കാൻ പറ്റാത്തത്. ഞാൻ മറ്റേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ലെവൽ ചെയ്യാം. ഇനി നോക്കിക്കോ, 222 ഗ്രാമാണ്. 220 അതാണ് അതിൻ്റെ കറക്റ്റ്. ഇത് 2 ഗ്രാം 3 ഗ്രാം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെന്തായിട്ടും നമ്മൾ അളക്കുന്ന സമയത്ത് വരും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗ്രാനുലേറ്റഡ് ഷുഗർ എന്ന് പറയുന്നത് 17 ഗ്രാംസ് ആണ്. ഇവിടെ ഞാൻ 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ, പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച പഞ്ചസാരയാണിത്. അത് എടുത്തിട്ട് പൊടിച്ചപ്പോൾ എനിക്കിത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടി. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് എടുത്തിട്ട് അത് നമ്മൾ ബേക്കിങ്ങിൽ യൂസ് ചെയ്യരുത്. നമ്മൾ 1 കപ്പ്, അതായത് 1 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ മെഷർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. 132 ഗ്രാംസ് ഉണ്ട്. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാര അളക്കുന്നതിന് മുമ്പ്, കപ്പിൽ അളക്കുന്നതിന് മുമ്പ് ഒന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്ത പൗഡേർഡ് ഷുഗറാണ്. ഇത് 10 ഗ്രാം ഉണ്ട്. 13 ടേബിൾ സ്പൂണും കുറച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ 10 ഗ്രാം, 13 ടേബിൾ സ്പൂൺ എന്ന് കരുതിയാൽ മതി. 10 ഗ്രാമാണ് ഇതുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കടലമാവാണ്. കേക്കിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ചില ബിസ്ക്കറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അരിച്ചെടുത്തതിന് ശേഷം അരിക്കുന്നതിന് മുമ്പുള്ള മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് അരിക്കുന്നതിന് മുമ്പുള്ളതാട്ടോ. ഇത് 118 ഗ്രാംസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് 118 to 120 ആ ഒരു റേഞ്ചിൽ ആലോചിക്കാം. ഇനി ഇത് ഞാനൊന്ന് അരിച്ചെടുക്കാം. മൈദയാണെങ്കിലും ഏത് ഫ്ലോർ ആണെങ്കിലും അരിക്കുന്ന സമയത്ത് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് അരിക്കുക. അതിൻ്റെ എയർ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഞാനിനി മെഷർമെൻറ്റ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കറക്റ്റ് നോക്കിക്കോളൂ. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഇങ്ങനെ വടിച്ചെടുത്തിട്ടുള്ളതായിരുന്നു നേരത്തെ മെഷർ ചെയ്തത്. ഇപ്പം നോക്കൂ, ഇത് ഈ പരുവത്തിലാണ് ഉള്ളത്. ഇത് ഇത്രയും നമുക്ക് ഫ്ലോർ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് വെയിറ്റ് നോക്കാം. ഇപ്പോൾ വെയിറ്റ് നോക്കിക്കോ, 102 എന്ന് പറയുമ്പോൾ 100 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര വ്യത്യാസം വന്നു? ഏകദേശം ഒരു 10-18 ഗ്രാംസിൻ്റെ വ്യത്യാസം വന്നു. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ എൻ്റെ കയ്യിൽ കുറച്ച് കുറവാണ്. ഞാനിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് ആ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1/2 കപ്പിൽ ഞാൻ മെഷർമെൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 49 ഒരു 50 ഗ്രാംസ്. അപ്പോൾ 1 കപ്പ് കൊക്കോ പൗഡർ എന്ന് പറയുന്നത് 100 ഗ്രാം വരും. അപ്പോൾ അതിൽ 1-2 ഗ്രാം നമ്മൾ എന്തായിട്ട് തൂക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഇത് 49 ഉണ്ട്, 50 ആണെന്ന് കണക്ക് കൂട്ടുക. ഇതപ്പോൾ ഒരു 9 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. ഇത് 6 എന്നാണ് കാണിക്കുന്നത്. അത് കറക്റ്റ് 6 ഉണ്ടാവില്ല. ഒരു 5.5 മുതൽ ഇതിൽ 5.5 ഒന്നും കാണിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 5.5 ആ ഒരു റേഞ്ചിലാണ് കൊക്കോ പൗഡർ വരിക. ഇനി ഞാൻ കാണിക്കുന്നത് ബ്രൗൺ ഷുഗറിൻ്റെ മെഷർമെൻറ്റാണ്. ഇത് കുറച്ചേ ഉള്ളൂ ബ്രൗൺ ഷുഗർ. അതുകൊണ്ട് ഞാൻ ഇത് 1/2 കപ്പ്, നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ബ്രൗൺ ഷുഗറാണിത്. ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെവൽ ചെയ്യേണ്ടത്. ബ്രൗൺ ഷുഗർ അളക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 90 അതൊരു ഹാഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 85 മുതൽ 90 ആ ഒരു ഇടയിലാണ് വരിക. അപ്പോൾ ബ്രൗൺ ഷുഗർ എടുക്കുന്ന സമയത്ത് എടുത്തതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് ഇടേണ്ടത്. എന്നിട്ടാണ് ലെവൽ ചെയ്യേണ്ടത്. ബ്രൗൺ ഷുഗർ നമ്മൾ ടേബിൾ സ്പൂണിൽ അളക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് തന്നെ ഇങ്ങനെ കോരി ഇത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാണ്ട് വേറൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കറക്റ്റ് 15 ഗ്രാംസ് ഉണ്ട്. അപ്പം 90 ഗ്രാംസ് ആ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ഗ്രാംസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രൗൺ ഷുഗർ എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഞാൻ അളന്ന് കാണിക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. ഇത് ടീസ്പൂൺ, ഒരു ടീസ്പൂണിലാണ് ഞാൻ കാണിക്കുന്നത്. ഇത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇനി അത് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് 6 ഗ്രാമാണ്. ഇനി അടുത്തത് ബേക്കിംഗ് പൗഡറാണ്. അതേപോലെ തന്നെ എടുക്കുക. നേരത്തെ അത് ശരിയായില്ലായിരുന്നു, രണ്ടാമത് വീണ്ടും എടുത്തതാണ്. ഇത് ബേക്കിംഗ് പൗഡർ അല്ല, അത് അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് എഴുതിയതിൻ്റെ മുകളിൽ അതിൻ്റെ വൈറ്റ് പാച്ചസ് കിടക്കുന്നതാണ്. അപ്പോൾ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 3 ഗ്രാം. അപ്പോൾ നിങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കണം. ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 6 ഗ്രാമും ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് 3 ഗ്രാമുമാണ്. ഇനി അടുത്തത് നമ്മൾ സോൾട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതും നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് കോരിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടീസ്പൂൺ സോൾട്ട് എന്ന് പറയുന്നത് 5 ഗ്രാംസ് ആണ്. ഇനി അടുത്തത് ഞാൻ എഗ്ഗിൻ്റെ മെഷർമെൻ്റാണ് പറയുന്നത്. ഇത് ഒരുവിധം നല്ല വലിപ്പമുള്ള എഗ്ഗ് 62 ഗ്രാംസ് ആണ്. ഇനി കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞത് 50 ഗ്രാം. അപ്പോൾ ഈ വലിപ്പമുള്ള, അതായത് 60 ഗ്രാമുള്ള ആ എഗ്ഗിന് ഞാൻ പൊട്ടിച്ച് അതിൻ്റെ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും എത്രയാണെന്നുള്ളത് പറയാം. ഇതിൻ്റെ എഗ്ഗ് യോക്കിന് 18, 19, 20 ആ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ എഗ്ഗ് യോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഗ്ഗ് വൈറ്റ് 34, 36 വരെയൊക്കെ ആവാം. അപ്പോൾ എഗ്ഗിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റെസിപ്പിയിൽ കണ്ടിട്ടുണ്ട് എഗ്ഗ് യോക്ക് ഇത്ര വെയിറ്റ്, എഗ്ഗ് വൈറ്റ് ഇത്ര വെയിറ്റ് എന്നൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ്. അപ്പോൾ മുട്ടയുടെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അടുത്തത് ഞാൻ ബട്ടറിൻ്റെ നിങ്ങൾക്ക് മെഷർ ചെയ്തിട്ട് കാണിക്കുന്നില്ല. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം മെഷർ ചെയ്തതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം. ഈ ഒരു 1/2 കപ്പ് ബട്ടർ എന്ന് പറയുന്നത് ഒരു 114 ഗ്രാം ഏകദേശം ആ അളവിലാണ് വരുന്നത്. അപ്പം നമ്മൾ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ അളക്കുന്ന സമയത്ത്, അതായത് ഹണി, കോൺ സ്റ്റാർച്ച് ഇതൊക്കെ അളക്കുന്ന സമയത്ത് നമ്മൾ അതിന് മുമ്പ് കപ്പിൽ, നമ്മുടെ ഏത് കപ്പാണോ മെഷർ ചെയ്യാൻ എടുക്കുന്നത് ആ കപ്പിനകത്ത് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് അതിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഒഴിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പം അളവൊന്നും തെറ്റത്തുമില്ല. ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ഗ്രാമാണ്. 15 ml എല്ലാറ്റിനും വ്യത്യാസമാണ്. നോർമലി പറയുമ്പോൾ 50 ഗ്രാം ആണെന്ന് പറയുമ്പോഴും ഇപ്പം ഞാൻ കാണിച്ച ഐറ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, പല ഐറ്റത്തിന് പല അളവാണ്. അപ്പോൾ ആ അളവ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ സാധാരണ ടേബിൾ സ്പൂണിലും ടീസ്പൂണിലൊക്കെ നമുക്ക് അളന്നാൽ ഇതൊരു ടേബിൾ സ്പൂണാണ്, ഇത് ഹാഫ് ടേബിൾ സ്പൂൺ, ഇത് ടീസ്പൂൺ ആണ്. പക്ഷേ ഇതിനകത്ത് അളന്നു കഴിഞ്ഞാൽ കറക്റ്റ് വരില്ല. ഞാനൊന്ന് അളന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ലെവൽ ചെയ്തെടുത്ത മൈദയാണ്. അത് ഞാൻ ഈ സ്പൂണിനകത്ത്, ഈ സ്റ്റീൽ സ്പൂണിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കുമിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ കുമിഞ്ഞ് കിടക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിങ്ങനെ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ലെവൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അളവ് തെറ്റും. അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ വേറെ 2 സ്പൂണ്, ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇത് ഞാൻ 2 റുപ്പീസിന് വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. നമ്മൾ ഉപ്പിലും അതിനകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഏകദേശം 1 ടീസ്പൂൺ അളവിൻ്റെ ഒരു ബരാബറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതിൽ 2.5 ടീസ്പൂൺ ആണ്. അതുകൊണ്ട് ആ മെഷർമെൻറ്റ് വെച്ച് വേണം നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അളന്നിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാൽക്കുലേഷനും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവിൽ ചെയ്യാം. അതായത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന ഈ സ്പൂണ് ഒരു 2.5 ടീസ്പൂണാണ്. ഈ സ്പൂണിൽ 2.5 സ്പൂണാണ് നമ്മുടെ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ അളവിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, അപ്രോക്സിമേറ്റ് ആയിട്ട് വരും. പിന്നെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 250 ml ഡാബറിൻ്റെ ഹണിയുടെ ബോട്ടിലാണ്. അപ്പോൾ ഏകദേശം ഞാനിത് അളന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മൈദയൊക്കെ ഇതിൻ്റെ ഈ ഭാഗം വരെ മൈദ അളന്നപ്പോൾ കറക്റ്റ് ഏകദേശം ഒരു കപ്പിന്
സെയിം ആയിട്ട് വരുന്നുണ്ട്. കുത്തി നിറച്ചിട്ടില്ല, സ്പൂൺ കൊണ്ട് ഇട്ടിട്ട് കുത്തി നിറക്കാത്ത രീതിയിലാണ് ചെയ്തത്. അതുപോലെ കോൺഫ്ലോർ ചെയ്തപ്പോൾ ഏകദേശം നമ്മുടെ ആ മെഷർമെൻറ്റിനനുസരിച്ച് നോക്കുമ്പോൾ ഇത്രയാണ്. പക്ഷേ അത് എപ്പോഴും പെർഫെക്റ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് ഇതും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇത് മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഞാനിത് പരീക്ഷിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വെറുതെ അളന്ന് നോക്കിയതേ ഉള്ളൂ. ഞാൻ ഇത് ഉപയോഗിച്ച് കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ബേക്കിങ്ങുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യം വാങ്ങിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂൺസും. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെഷർമെൻറ്റ് പെർഫെക്റ്റ് ആയാൽ മാത്രമേ കേക്ക് ആണെങ്കിലും ബാക്കി ഏത് ബേക്ക് ചെയ്യുന്ന ബിസ്ക്കറ്റ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിന് അധികം കോസ്റ്റ് ഒന്നുമില്ല. ഇത് ഞാൻ കുറേ വർഷം മുമ്പ് വാങ്ങിച്ചുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ചെറിയ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 3 ലെവലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒറ്റ കപ്പ് ഉണ്ടായാലും നമുക്ക് ഹാഫ് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഹാഫ്, ഇത് ക്വാർട്ടർ, ഇത്ര വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ മെഷർമെൻ്റൊക്കെ അളക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2/3 ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് കാണിക്കുന്നത് 120 ml എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു ഇതും കിട്ടിയില്ല. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാനിത് മെഷർ ചെയ്തിട്ട് അളർന്നപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഇത് കിട്ടിയത്. ഇത് തെറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മെഷറിംഗ് കപ്പിൻ്റെ മുകളിലുള്ള അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ക്വാർട്ടർ കപ്പിൻ്റെ 60 ആണ് വേണ്ടത്, അതിന് പകരം 30 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എന്നെ ഇത് അളന്ന് നോക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മളെല്ലാം കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗ്രാം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മെഷർ ചെയ്യുന്നതിൻ്റെ വ്യത്യാസത്തിൽ പോവും. അപ്പോൾ അത് വ്യത്യാസം. പിന്നെ നമ്മുടെ ഈ കപ്പിന് 250 ml കപ്പിന് മെട്രിക് കപ്പ്, അതുപോലെ US-ൻ്റെ കപ്പ് വേറെ, അത് 236 ml അങ്ങനെ എന്തോ ആണ്. അപ്പോൾ UK-യുടേത് വേറെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റെസിപ്പിയിലേക്ക് അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും, ഇതും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ളത്. നമ്മുടെ 250 ml അത് ഞാൻ നേരത്തെ പറഞ്ഞു, 250 വരുമ്പോൾ ഒരു 10 ഗ്രാമിൻ്റെ ഡിഫറൻസ് നിങ്ങളിത് മാറ്റിക്കോളുക. എൻ്റെ കപ്പിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 240. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ ഇതിൻ്റെത് മാറ്റം വരും. അത് US, UK, അതുപോലെ നമ്മുടെ 250 എന്ന് പറയുന്ന മെട്രിക്, ആ ഒരു ഇതിൽ വെച്ചിട്ട് നോക്കിയാൽ മതി. എന്തായാലും ഒരേ രീതിയിലൊക്കെ ചെയ്തത് എൻ്റെതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യുക. വേറെ ഇതൊന്നും വേണമെന്ന് ഒരുവിധം എല്ലാം ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പിയുടെയും എല്ലാ വീഡിയോയുടെയും അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.